الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി മുഅ്മിനുകളായി നിലകൊള്ളുകയും പരിപൂർണ മുസ്ലിമായി കൊണ്ട് ഈ ലോകത്ത് വിട കൊള്ളുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. ആ ഹിദായത്ത് നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് സമാധാനവും ധൈര്യവും ആശ്വാസവും നൽകുന്നതാണ്. ഹിദായത്ത് ലഭിച്ച മുഅ്മിനീങ്ങളുടെ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഗുണമാണ് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ധൈര്യം, ആശ്വാസം, കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ്. പലരും ചിന്തിക്കും, എനിക്ക് കുടുംബങ്ങളില്ല, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ സാമ്പത്തികമുള്ള ആളുകളോ അല്ലെങ്കിൽ അധികാരമുള്ള ആളുകളോ സ്വാധീനമുള്ളവരോ ഇല്ല, അതുകൊണ്ട് ഞാൻ നിസ്സഹായനാണ് എന്ന്. എന്നാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ളവൻ. ഏറ്റവും വലിയ കരുത്തും അധികാരവും പ്രൗഢിയുമുള്ളവൻ മുഅ്മിനാണ്. കാരണം അവൻ
വിശ്വസിച്ചിരിക്കുന്നത്, അവന്റെ കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ഉടമസ്ഥനിലാണ്, ലോകരക്ഷിതാവിലാണ്. ആ ഉറച്ച ഒരു വിശ്വാസം, ആ ഒരു തവക്കലുണ്ടെങ്കിൽ ജീവിതത്തിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷവുമാണ്. മല പോലെ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാലും അതെല്ലാം മഞ്ഞ് പോലെ ഉരുകിപ്പോകും ഈ തവക്കലുണ്ടെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളുടെ ഗുണമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ നമ്മോട് പറയുന്നത് കാണാം. وعلى الله فتوكلوا إن كنتم مؤمنين وعلى الله فتوكلوا إن كنتم مؤمنين. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കൂ. നിങ്ങളുടെ എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, എത്ര വലിയ വിഷയമാകട്ടെ, അത് അല്ലാഹുവിൽ നിങ്ങൾ ബലമേൽപ്പിക്കൂ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ വീണ്ടും നമ്മളെ ഉണർത്തുകയാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂതു വസബ്ബിഹ് ബിഹംദി. ആരെയാണ് നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ടത്? ആരെയാണ് നിങ്ങൾ ബലമേൽപ്പിക്കേണ്ടത്? അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്, ഒരിക്കലും മരണമില്ലാത്ത, എന്നും ജീവിക്കുന്ന ഹയാത്തുള്ള റബ്ബിനെയാണ്, അല്ലാഹുവിനെയാണ് നിങ്ങൾ തവക്കുൽ ഏൽപ്പിക്കേണ്ടത്. അല്ലാഹുവല്ലാത്ത മറ്റാരെ നിങ്ങളെന്ത് ഏൽപ്പിച്ചാലും അവർ മരിച്ചു പോകുന്നവരാണ്. ആര് നിങ്ങൾക്ക് എന്ത് ഉറപ്പ് നൽകിയാലും അതിന്റെ ഒരു സെക്കൻഡിന്റെ ആയുസ് പോലും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട. പടച്ച റബ്ബിൽ നിങ്ങൾ തവക്കുൽ ചെയ്താൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാള്, ഒരു വിഷയമല്ലെങ്കിൽ മറ്റൊരു വിഷയം, റബ്ബ് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു പറയുകയാണ്, അവന്റെ അടിമയുടെ, അല്ലാഹു പറയുന്നു, അവന്റെ അടിമയുടെ എല്ലാ പാപങ്ങളും പൊറുക്കാനും അവന്റെ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കാനും കഴിവൻ അല്ലാഹു മതിയായവനാണ്. അവനെ സൂക്ഷ്മമായിട്ട് എല്ലാ കുറവുകളും തെറ്റുകളും നിങ്ങളെ സൂക്ഷ്മമായി പറയാൻ അല്ലാഹു മതി. അതുകൊണ്ട് ആ റബ്ബിന് നിങ്ങൾ ഏൽപ്പിച്ചോ. നിങ്ങളുടെ വീക്ക്നെസ്സുകൾ എന്താണ്, കഴിവുകേടുകൾ എന്താണെന്ന് നന്നായി അറിയുന്നവൻ ആ റബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്ന സൂറത്ത് അൻഫാലിൽ, ഇന്നൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ആരാണ് സത്യവിശ്വാസികൾ എന്നറിയേണ്ടത്? അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നൊരു തരിപ്പ, ഒരു കുളിര് വരുന്നവരാണോ അവരാണ് സത്യവിശ്വാസികൾ. വരുന്നുണ്ടോ അങ്ങനെ പറയുമ്പോ? അല്ലാഹുവിനെ പറയുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോ ശരീരത്തിനകത്ത് നിന്നൊരു കുളിര്, അല്ലെ? പല ഭാഷയിലും പലതിന് പറയുക, ഒരു കുളിരടിക്കണം. ആ ഹൃദയത്തിന് എന്റെ ഒരു പ്രത്യേക ഒരു ചലനം റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ ഒരു പ്രത്യേക ഓളങ്ങൾ വെട്ടണം. അവരുടെ ഹൃദയങ്ങളിൽ ഓളങ്ങൾ ഉണ്ടാവും എന്നാണ്, ചലനങ്ങൾ ഉണ്ടാവും മനസ്സിൽ. എന്നിട്ടല്ല പറയുന്നു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓർമ്മേൽപ്പിച്ചാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. അവരതിനെ കുറിച്ച് ഭയപ്പെടുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്, അവരുടെ മനസ്സ് ഈമാൻ കൊണ്ട് നിറയുന്നവരാണ്. അല്ലെ? ഇതാണ് മുഅ്മിനുകളുടെ ലക്ഷണം. ഈ ലക്ഷണമൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരീക്ഷിക്കണം. മാത്രമല്ല അവരുടെ പ്രത്യേക ഗുണമാണ് റബ്ബ് പറഞ്ഞു, അവരുടെ രക്ഷിതാവിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിക്കുന്നവരാണ്, തവക്കുൽ ചെയ്യുന്നവരുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് റബ്ബ് തആല അടിവരയിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, നബിയെ ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തവക്കുൽ ചെയ്യുന്ന നബിയെ, ഇന്നക അലൽ ഹഖ്ഖിൽ മുബീൻ, തീർച്ചയായും വ്യക്തമായ ഒരു സത്യത്തിലാണ്, വ്യക്തമായ ഒരു സത്യത്തിന്റെ പാതാവിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് ആരെയും ഭയപ്പെടേണ്ട. ആ റബ്ബിനെ നിങ്ങൾ തവക്കുൽ ചെയ്തോ. തവക്കുൽ ചെയ്യാതിരുന്നാൽ എല്ലാവരെയും അല്ലാഹു പരീക്ഷിക്കും. മഹാനായ സുലൈമാൻ
അലൈഹിസ്സലാം അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത പ്രതിജ്ഞ അത് നിഷ്ഫലമായി പോയത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോട് ഒരു വർത്തമാനം പറയുമ്പോ, ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തത് കൊണ്ട് ദിവസങ്ങളോളം ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വന്നില്ല, വഹി ലഭിച്ചില്ല. നബി വല്ലാതെ പ്രയാസപ്പെട്ടു. അവസാനമുള്ള പറഞ്ഞു, നബിയെ നിങ്ങൾ എന്തൊരു കാര്യം പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് എന്ന് പറയണേ. അല്ലെ? റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് ഒരു ആള് ചോദിച്ചു. യഹൂദികള് റസൂലുള്ളാഹിനെ എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഓരോ ചോദ്യങ്ങളെ ചോദിച്ചിട്ട്. മുസ്ലിം പുതിയതായി ഇസ്ലാമിലേക്ക് വന്ന ആളോട് പറയും, നിങ്ങള് നബി ശരിക്കുള്ള നബി ഇന്നത് പോയി ചോദിക്ക്, അത് പോയി ചോദിക്ക്, ഇത് പോയി ചോദിക്ക്, ഇങ്ങനെ ചോദിപ്പിക്കും. അങ്ങനെ ചോദിച്ചു, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാണെന്ന് പറഞ്ഞു തരുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നാളെ പറഞ്ഞുതരാന്ന്. അപ്പൊ ഈ നാളെ പറഞ്ഞുതരുമാന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വഹി വരും, അത് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. ദിവസങ്ങളോളം വഹി ഇറങ്ങിയില്ല. കരഞ്ഞു നബി, അള്ളാഹുവിനോട്, പടച്ചവനോട് തൗബ ചെയ്തു. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ കാര്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പറയണം. നാളെ വഹി ഇറങ്ങുന്ന എന്താ ഉറപ്പ്? നാളെ ജീവിച്ചിരിക്കുമെന്നെന്താ ഉറപ്പ്? അതുകൊണ്ട് അള്ളാഹുവാണെല്ലാം നിയന്ത്രിക്കുമെന്ന ഗൈബ് അറിയുന്നവൻ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തതിന്റെ പേരിൽ അല്ലാഹു നബിയെ പരീക്ഷിച്ചിട്ടുണ്ട്, സുലൈമാൻ അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അത് അള്ളാഹുവെ ഏൽപ്പിക്കണം, ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. അത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. അത് ഉറപ്പില്ലാഞ്ഞിട്ടല്ല, കാര്യങ്ങൾക്ക് തീരുമാനമില്ലാത്തല്ല, കാര്യത്തിന്റെ ഉറപ്പ് അതിനാണുള്ളത്, കാര്യത്തിൽ തീരുമാനം അതിനാണുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയാന് അടുത്ത സെക്കൻഡിൽ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയുകയാണെങ്കിലും അടുത്ത സെക്കൻഡ് ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. അതിപ്പോ 5 മിനിറ്റ് ചെയ്യണം, 5 മിനിറ്റ് അല്ല 5 സെക്കൻഡ് ആണെങ്കിലും ഇൻഷാ അല്ലാഹ് അത് പറയണം. അതാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവം, അവന്റെ വിശ്വാസം. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ ഞാൻ അനുസരിക്കുന്നത് പടച്ചവനെ, വബിക ആമന്നു, നിന്നിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, വഅലൈക തവക്കൽതു, നിന്നിലാണ് ഞാൻ എല്ലാ കാര്യവും ഏൽപ്പിക്കുന്നത്, വഇലൈക അനബതു, നിന്നിലേക്കാണ് ഞാൻ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങുന്നത്, വബിക ഖാസംതു, നിന്റെ പേരിലാണ് ഞാൻ മറ്റുള്ളവരോട് ബാധിക്കുന്നത് പടച്ചവനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ദുആ നമുക്കും നമ്മളും അത് വല്ലാതെ മാനസിക പ്രയാസം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട സന്ദർഭം വരുമ്പോ ഈ ദിക്ർ വളരെ ഉപകാരപ്രദമാണ്, ഇത് ചൊല്ലേണ്ടതാണ്. നോക്കൂ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅലൈക തവക്കൽതു, അവനും വന്ന പടച്ചവനെ നിന്നിലാണ് ഞാൻ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന്. അപ്പോൾ എന്താണ് തവക്കുൽ? തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാ തവക്കുൽ ചെയ്യേണ്ടത്? ചില ആളുകളുണ്ട്, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ വീട്ടിലെ പൂച്ചനോടും കാക്കനോടും വരെ പറയും എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറയും, അവസാനം എന്നിട്ടാണ് പോയിട്ട് അള്ളാഹുവിനോട് പറയാം. അങ്ങനല്ല, എന്തൊരു സംഗതി ഉണ്ടെങ്കിലും ആദ്യം റബ്ബിനോടാണ് പറയേണ്ടത്, പടച്ചവനോടാണ് പറയേണ്ടത്. നാട്ടുകാരുടെ മുഴുവൻ കരഞ്ഞു നടന്നിട്ട് അവസാനമല്ല റബ്ബിനോട് പറയേണ്ടത്, ആദ്യം നീ നിന്റെ റബ്ബിനോട് പറയണം. എന്ന് വെച്ചാൽ ഭാഷാപരമായി നമുക്കതെങ്ങനെ വിശദീകരിക്കാൻ കഴിയും? തന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ തനിക്ക് കഴിയില്ല എന്നും അത് പൂർത്തിയാക്കാൻ ഏറ്റവും കഴിവുള്ളവൻ അല്ലാഹുവാണ് എന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് തവക്കുൽ ഉണ്ടാവേണ്ടത്. ആ ബോധ്യം മനസ്സിൽ വരുത്തണം. എന്റെ ഏത് ചെറിയ കാര്യമാവട്ടെ അതെന്നെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല, എന്റെ റബ്ബിന്റെ തവക്കല്ലെങ്കിൽ അതിൽ നമ്മൾ പറയാ, അല്ലാഹുവേ നിന്റെതല്ലാതെ, നിന്നെ കൊണ്ടല്ലാതെ എനിക്ക് യാതൊരു കഴിവും പ്രാപ്തിയുമില്ല പടച്ചവനെ. അത് തവക്കുൽ ഒരു ദിക്റാണ്. ആ ദിക്ർ ചൊല്ലുന്നവർക്ക് സ്വർഗത്തിൽ നിധിയുണ്ട് എന്നാണ്.
നമ്മൾ പറയാറില്ല അവിടെ നിധി കിട്ടി ഇവിടെ നിധി കിട്ടി, എന്താ കിട്ടാ നിധി? പണ്ടാരോ കുഴിച്ചിട്ട പഴയ കുറച്ച് സ്വർണ്ണോ എന്തെങ്കിലും കിട്ടുക. എന്നാൽ സ്വർഗത്തിലെ നിധി അങ്ങനെയല്ല. ചിന്തിക്കാൻ കഴിയാത്ത, ഈ ലോകം കൊടുത്താൽ പോലും കിട്ടാത്ത അത്ഭുതകരമായ സമ്പത്ത്, അത്ഭുതകരമായ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ആത്മാർത്ഥമായി ചൊല്ലുന്നവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് തവക്കുലിന്റെ ദിക്റാണ്. തവക്കുലിന്റെ ദിക്റാണ്. എന്തൊരു കാര്യം നമുക്ക് സാധിക്കാത്തൊരു വിഷയം വരുമ്പോ ഉടനെ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ ഏൽപ്പിക്കണം. നമ്മളിത് എപ്പോഴാ ചൊല്ലലുണ്ടോ? 5 നേരവും ചൊല്ലാറുണ്ട് മുഅ്മിനീങ്ങൾ. എപ്പോഴാ? ഹയ്യ അലസ് അല്ലേ? ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോ, ഹയ്യ അലൽ ഫലാഹ് കേൾക്കുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിസ്കരിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ ആ ഇബാദത്തിന് വരണമെങ്കിൽ പോലും അല്ലാഹുവേ എനിക്ക് നീ കഴിവും ശക്തിയും തന്നാലേ സാധ്യമാകൂ എന്ന് പടച്ചവനിലേക്ക് തവക്കുൽ ചെയ്യുകയാണ്. ഇബാദത്തിന്റെ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും മറുപടി അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും തവക്കുൽ വേണം. തവക്കുലിന്റെ ദിക്റുകൾ ഏറ്റവും ചെറിയ തവക്കുല നമ്മൾ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞാനത് ചെയ്യാം. അത് കാര്യങ്ങളെ സുരക്ഷിതപ്പെടുത്തലാണ്. പിശാചിലേക്ക് കടക്കാതിരിക്കാൻ, വസ്വാസം ഉണ്ടാക്കാതിരിക്കാൻ, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടാക്കാൻ ഉള്ള ഏറ്റവും ചെറിയ വാക്യമാണ് ഇൻഷാ അല്ലാഹ് എന്നുള്ളത്. അതുപോലെ തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതെല്ലാം തവക്കുലിന്റെ ദിക്റുകളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ പ്രാവർത്തികമാക്കണം. നോക്കൂ, തവക്കുൽ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താ? തവക്കുൽ ചെയ്താൽ നിരവധി ഗുണങ്ങളുണ്ട്. ഒന്നാമതായി ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടും. അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത ഒരു മനുഷ്യൻ എന്റെ റബ്ബിനെ ഉദ്ദേശിച്ചാൽ എല്ലാം ലഭിക്കുമെന്ന് അവന്റെ വിശ്വാസമുണ്ടെങ്കിൽ, അവൻ തവക്കുലുണ്ടെങ്കിൽ, പിന്നെ അവനത് കിട്ടാൻ വേണ്ടി അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമുകൾ ചെന്ന് ചാടില്ല. വീടുണ്ടാക്കാനാവട്ടെ, മക്കളെ കെട്ടിക്കാനാവട്ടെ, വിദ്യാഭ്യാസത്തിനാവട്ടെ, അവൻ പലിശയിലേക്ക് ചെന്ന് ചാടില്ല. അതുപോലെ തന്നെ ഹറാമുകളിലേക്ക് ചെന്ന് ചാടില്ല. ഒരു കാര്യം കിട്ടില്ല എന്ന് കണ്ടാൽ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നേടിയെടുക്കാൻ ശ്രമിക്കില്ല. ഞാൻ പരിശ്രമിക്കുന്നു, എന്റെ റബ്ബ് എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് അത് തന്നെ കിട്ടും. 5 നേരവും ഒരു മുഅ്മിൻ നിസ്കാരം സലാം കിട്ടിയാൽ ചൊല്ലുന്ന തവക്കുലിന്റെ ദിക്റുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരവും ചൊല്ലാൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ തന്നതിനെ തടയാനാവില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞു വെച്ച ആളുകൾ തിരിച്ചു തരാൻ ഒരാൾക്കൊന്നും കഴിയില്ല. വലാ യൻസഉ മിൻകൽ ജദ്ദ, അല്ലാഹു ഒരുത്തന്റെ സമ്പത്തും അധികാരവും നിന്റെ അടുക്കൽ ചെലവാകുകയില്ല, നിന്റെ അടുക്കൽ ഫലം ചെയ്യില്ല. ഈ തവക്കുൽ ഇതിന്റെ ചൊല്ലിയാൽ മുമ്പ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതിന്റെ അർത്ഥം പറഞ്ഞ് ചൊല്ലിയാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരു ധൈര്യം, ഒരു സമാധാനം. അതാണ് ഈമാൻ കൊണ്ടുള്ള നേട്ടം, അതാണ് നമസ്കാരം കൊണ്ട് കിട്ടുന്ന നേട്ടം. അതുകൊണ്ട് ഇത്തരം ദിക്റുകളൊക്കെ നമ്മൾ എന്തെല്ലാം കാര്യം നമ്മൾ പഠിക്കുന്നു. പക്ഷെ ഇപ്പോഴും പലരും നിസ്കാരത്തിന് ചെല്ലേണ്ട, നിസ്കാരത്തിനകത്തോ നിസ്കാരത്തിന് ശേഷമോ ചെല്ലേണ്ട ദിക്റുകളുടെയും ദ്വാരയും അർത്ഥമറിയാത്തവരാണ് ഭൂരിഭാഗവും, അല്ലെ? അർത്ഥമറിയാതെ നമ്മളത് ചൊല്ലുമ്പോ എന്ത് ആത്മാർത്ഥതയാണ് ഉണ്ടാവുക, എന്ത് ഏകാഗ്രതയാണ് കിട്ടുക, അല്ലെ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ അകത്തും പുറത്തുമുള്ളതൊക്കെ നമ്മൾ അർത്ഥത്തോടെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമതായി ലഭിക്കുന്ന മനസ്സമാധാനം കിട്ടും. തവക്കുലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് മനസ്സമാധാനം. എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സർവശക്തനായ അല്ലാഹുവിലാണ് എന്ന ബോധം ഒരാളുടെ ചിന്തയും അവന്റെ ദുഃഖവും അവനെ മാറ്റുകയും ജീവിതത്തിന്റെ മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യും. മനസ്സിന് സമാധാനം, അല്ലെ? ബദർ യുദ്ധത്തിന്റെ തലേന്ന് അപ്പുറത്ത് 1000-ഓളം വരുന്ന സൈന്യങ്ങളെ എല്ലാ ആയുധങ്ങളുമായി പാട്ടുപാടിയും ഡാൻസാടിയും നേരം വെളുത്താൽ ഇവരെ ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കുമ്പോ വയറുകാരെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ വിശപ്പ് കൊണ്ട് തളർന്നുറങ്ങുന്ന സ്വഹാബികൾ എങ്ങനെ ഉറങ്ങാൻ പറ്റിയത്? അവർക്ക് എങ്ങനെ ഉറക്കം കിട്ടിയത്?
നേരം കൊടുത്താൽ ആ കാണുന്ന വലിയ സൈന്യത്തോട് ഞങ്ങൾ യുദ്ധം ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവർക്കറിയാം. പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റിയത്? ഉറങ്ങണോ പോയിട്ട് നിൽക്കാനും പറ്റുമോ? അല്ലേ? അവരെ മനസ്സിൽ കിട്ടിയത് അലല്ലാഹി തവക്കൽ, അള്ളാഹു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അള്ളാഹ് ഞങ്ങളെ വിജയിപ്പിക്കും, അള്ളാഹുണ്ട് ഞങ്ങളെ കൂടെ. ഈ തവക്കുലാണ് ഇന്നിന്റെ വിശ്വാസികൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ശക്തി ചോർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തവക്കുലിനെ മുറുകെ പിടിക്കണം. തവക്കുല് വിട്ടുകൊണ്ടൊരു പ്രവർത്തിയും നമ്മൾ ചെയ്യരുത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, മൻ സദഖ തവക്കലുഹു അലല്ലാഹ്, ഏതൊരാൾ അല്ലാഹുവിനെ സത്യസന്ധമായി തവക്കുൽ ചെയ്യുന്നു, ഫീ ഹുസൂലി ശൈഇൻ, എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, എങ്കിൽ അതവന് കിട്ടുക തന്നെ ചെയ്യും. എങ്ങനെയാണോ? ഒരു സത്യസന്ധത ഉണ്ടാവണം. ഒന്നാമത് ആ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് അർഹതയുള്ളതാവണം, അത്യാഗ്രഹമാകരുത്. അർഹതയുള്ളതാവണം, നമുക്ക് ആവശ്യമുള്ളതാവണം, അള്ളാഹു തൃപ്തിപ്പെടുന്നതാവണം, അല്ലെ? എന്നിട്ട് അള്ളാഹു ലഭിക്കുമെന്ന് ഉറച്ചൊരു വിശ്വാസം ഉണ്ടാകണം. അതോടൊപ്പം അള്ളാഹുള്ള ഇബാദത്തിനൊന്നും വീഴ്ച വരുത്താത്ത ആളുമാവണം. എങ്കിൽ അതാണ് സത്യസന്ധത പുലർത്താൻ. ആ സത്യസന്ധതയോടുകൂടി തവക്കുൽ ചെയ്താൽ അത് കിട്ടുക ചെയ്യും. അത് എവിടെയും പോകൂല, അത് നമുക്ക് തന്നെ കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാമതായി അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. സൂറത്ത് ത്വലാഖിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഏതൊരാൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവോ അവൻ അള്ളാഹു മതിയായവനാണ്. അള്ളാഹിന്റെ സംരക്ഷണം അവന് ഉറപ്പാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹിൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉടനെ അവനെ കാത്തു നിൽക്കുന്ന, അവനെ പ്രയാസപ്പെടുത്താൻ, അവനെ ശിക്ഷയാക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പിശാചുക്കൾ പറയും, അതാ അവൻ കാര്യങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചു, അവൻ സുരക്ഷിതനായി, ഇനി നമുക്ക് അവൻ യാതൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് അവനെ വിട്ടുകൊണ്ട് പിശാചുക്കൾ ഓടി മറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര നിസ്സാര കാര്യത്തിൽ ഇറങ്ങുകയാണെങ്കിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിറങ്ങണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ. തീർച്ചയായും അള്ളാഹു ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളെ വളരെ സ്നേഹിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളെ ഏർപ്പെടാൻ തവക്കുൽ എന്ന ഗുണം നമ്മളെ കൊണ്ടു നടക്കണം. അതുപോലെ തന്നെ ശൈത്താനിൽ നിന്ന് സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അള്ളാഹു വിശ്വസിക്കുകയും വരവേൽപ്പിക്കുകയും ചെയ്യുന്ന നേരിൽ പിശാചിന് യാതൊരു സ്വാധീനവും ഉണ്ടാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമുക്ക് ഉറപ്പു നൽകുകയാണ്. അതുപോലെ ഇതൊക്കെ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളാണെങ്കിൽ നാളെ പരലോകത്തെ തവക്കുലുള്ള ആളുകൾക്ക് പ്രത്യേകമായി കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണമുണ്ടെന്താണെന്ന് അറിയുമോ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വഹാബത്തിനോട് ഇങ്ങനെ മഹ്ശറിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, 70,000 ആളുകള് യാതൊരു ചോദ്യവുമില്ലാതെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. അവരാരാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത ആളുകളാണ്, അവർ ശതനം നോക്കാത്ത ആളുകളാണ്, മന്ത്രിക്കാത്ത ആളുകളാണ്, അവര് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത ആളുകളാണ്. അപ്പോൾ ചോദിച്ചു, അമിൻഹും അന യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെയും അവരുടെ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി അങ്ങ് റബ്ബിനോട് പറയണേ. അപ്പൊ റസൂൽ പറഞ്ഞു, നഅം, അതെ, നീയും അവരിലുണ്ട്. ഭാഗ്യം അടിച്ചത്, ഇത്ര വലിയ ലോട്ടറി അടിച്ച്, അല്ലേ? അപ്പൊ അത് കേട്ടപ്പോ തന്നെ വേറെ സുഹാബി രണ്ടാമതൊരാളെ സഹാബിയോട് ചോദിച്ചു, അമിൻഹും അന, ഞാനും അവരിൽ എന്നെയും അവരിൽ പെടുത്താൻ വേണ്ടി ദുആ ചെയ്യുന്ന നബിയേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. ഖാല സദഖക ബിഹാ ഉക്കാശ, നിന്നെക്കാളും മുമ്പ് അത് ഉക്കാശ കൊണ്ടുപോയി, ഒരാൾക്ക് ചാൻസ് ഉള്ളൂ, അത് കിട്ടി, ഉക്കാശ കൊണ്ടുപോയി. ഇതിപ്പോ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ? എന്തൊരു നന്മയിലും നമ്മൾ ഒന്നാമതെത്തണം എന്നൊരാഗ്രഹം നമുക്ക് മനസ്സിലുണ്ടാവണം. എന്തൊരു നന്മയിലും, പള്ളിയിലേക്ക് നേരത്തെ വരുന്ന കാര്യമാണെങ്കിലും
അതേപോലെ തന്നെ എന്തെങ്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ ഉടൻ ആദ്യം കൊടുക്കുന്ന ആൾക്കാണ് കൂലി കൂടുതൽ. മറ്റുള്ളവർക്ക് കൂലി കിട്ടില്ല എന്നല്ല, ഫസ്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞ ആളാണോ അയാൾക്ക് കൂലി കൂടുതൽ. എന്തൊരു നന്മയും ആദ്യം ചെയ്യുന്നവർക്ക് കൂലി കൂടുതലാണെന്ന് മാത്രമല്ല, അയാളെ കണ്ടുകൊണ്ട് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയിൽ നിന്നും ഇയാൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന, അള്ളാഹിന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്ന ആളുകള് നന്മ എന്തെങ്കിലും കണ്ടാൽ അത് എത്രയോ എനിക്കാദ്യം കിട്ടണം എന്ന ചിന്ത ഉണ്ടാവണം, അല്ലെ? റസൂലുള്ളാഹിയുടെ സ്വഹാബത്തില് ഒരു വാപ്പയും മകനും തമ്മിൽ ഭയങ്കര തർക്കമാണ്. നബിന്റെ അടുക്കൽ എത്തി കംപ്ലൈന്റ്. എന്താ കംപ്ലൈന്റ് അറിയോ? വാപ്പാക്ക് വയസ്സ് കൂടുതലായിട്ടുണ്ട്, മകൻ ചെറുപ്പാണ്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി നറുക്കിട്ടു. അതായത് മുസ്ലിങ്ങൾ വർദ്ധിച്ചപ്പോ എല്ലാവരും യുദ്ധത്തിന് വരണ്ട, ഒരു വീട്ടിൽ ഒരാൾ വന്നാൽ മതി എന്നൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ നറുക്ക് കിട്ടിയത് മോനാണ്. അപ്പൊ വാപ്പാണ് മോനോട് പറയണ്, നിനക്ക് ഒരുപാട് അള്ളാഹ് അനുഗ്രഹിച്ച നിനക്ക് ഇനി ആയുസുണ്ടല്ലോ, എനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കല്ലേ, ആ നറുക്ക് എനിക്ക് കൊണ്ടാ, ഞാൻ യുദ്ധത്തിന് പോകട്ടെ. എന്തിനു പോകാനപ്പി ചോദിക്കണേ? ഷഹീദിന്റെ പദവി കിട്ടാൻ, ജിഹാദിന് പോകാൻ എനിക്ക് കൊണ്ട മോനെ ആ നറുക്ക്. മകൻ പറഞ്ഞു, ഇതെന്റെ സ്വർഗത്തിന്റെ കാര്യപ്പ. വാപ്പി മോനൊക്കെ ശരി തന്നെ, ഇത് ഞാൻ തരൂല, എനിക്ക് കിട്ടിയൊരു പ്രൈസാണ് സ്വർഗത്തിന് വേണ്ടി, ഇത് ഞാൻ തരൂല വാപ്പ. അങ്ങനെ വാപ്പം റസൂലുള്ളാഹിക്ക് പോയിട്ട് പറഞ്ഞു, നബിയെ ആ നറുക്ക് എനിക്ക് തരാൻ പറയും, ഞാൻ വരാ യുദ്ധത്തിന്. അവൻ ഇഞ്ഞും ചെറുപ്പാണ്, ഇഞ്ഞ അള്ളാഹ് ഇഞ്ഞും പോകാലോ, അവന് ജിഹാദിന് പോകാലോ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെ രണ്ടാളിയ സ്വർഗത്തിനിടയിൽ ഞാൻ തടസ്സമാവില്ല, അത് അള്ളാഹ് ഖലാക്കിയത് അവനാണ്, അതുകൊണ്ട് ഞാൻ അത് തരാൻ പറയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അതെങ്കിലും പറയാൻ പറ്റൂല എന്ന് പറയണ്ടേ. അപ്പൊ എന്തിനാ അവിടെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോ. അവരുടെ മനസ്സ്, അവരുടെ സമർപ്പണം, അവർ പോകുന്ന ടൂറിന് പോകാനുള്ള ടിക്കറ്റ് അല്ല ചോദിക്കുന്നത്, അല്ലെങ്കിൽ വിരുന്നിന് പോകാനുള്ള ടിക്കറ്റ് അല്ല ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള ഷഹാദത്തിന്റെ തിരിച്ചു വരുവാൻ ഉറപ്പില്ലാത്ത ഷഹാദത്തിന്റെ പദവി ലഭിക്കാൻ ടിക്കറ്റ് ചോദിക്കുന്നത്. അവർ എത്രമാത്രം അവർക്ക് ആഖിറത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നതാണത്. സ്വർഗമുണ്ട്, അള്ളാഹുവിന്റെ വിചാരണയുണ്ട്, നരകമുണ്ട് എന്ന ഉറച്ച വിശ്വാസമുള്ളവരായിരുന്നു സ്വഹാബത്തുൽ കിറാം. അതുകൊണ്ടാണ് ലോകത്തിന്റെ മനസ്സുകൾ കീഴടക്കിയത്. വെറും വിരലിലുണ്ടാവുന്ന ആളുകള് അവർ ലോകത്തിന് നെറുകയിലെത്തിയത് അവരുടെ ഈ വിശ്വാസമാണ്, അവരുടെ തവക്കുല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതാണ് ഈമാൻ കൊണ്ട് ലഭിക്കേണ്ട നേട്ടം. ആ നേട്ടം സ്വർഗമുണ്ടെന്ന ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ. ആ ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തവക്കുൽ ശരിയാവൂ. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ സമാധാനവും വിജയവും ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യഥാർത്ഥ മുത്തഖീൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി റബ്ബുനാ വയർവാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലി യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ശരിയായ ജീവിതത്തിൽ ആത്മാർത്ഥമായി സൂക്ഷിക്കുകയും പരിപൂർണ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിമായി, മുഅ്മിനായി ജീവിച്ച് മുത്തഖിയായി ഈ ലോകത്തിന് വിടകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വന്നത് തവക്കുലും ആ തവക്കൽ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചുമാണ്. ഇത് അള്ളാഹു നേരത്തെ സ്വഹാബത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും വിശ്വസിക്കുകയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് സ്വപ്ന ലോകത്തുനിന്ന് ഇറങ്ങി വരണം. നമ്മൾ ഇപ്പൊ അധികം ആൾക്കാർ സ്വപ്ന ലോകത്താണ്. വലിയ ബംഗ്ലാവ് കിട്ടുക, വലിയ വാഹനം വാങ്ങുക, നല്ല ലക്ഷ്യം, ഇങ്ങനെ സ്വപ്ന ലോകത്താണ്. അതിനിടയിൽ മരിച്ചുപോയതൊക്കെ എന്തായി? ആ കഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ ഇനി പരിശ്രമിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ആ പരിശ്രമം എന്തായി? അപ്പൊ ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞത് മതാഉൽ ഗുറൂറാണ്. നമ്മളെ തൃപ്തിപ്പെടുത്താത്ത, നമ്മളെ വഞ്ചിക്കുന്ന അപൂർണമായതാണ് ഈ ലോകം എന്ന് പറയുന്നത്.
ഇതിനു വേണ്ടി ജീവിച്ചവർക്ക് ഒന്നും സമാധാനത്തോടെ മരിക്കാൻ കഴിയില്ല, ഒരു ആഗ്രഹവും മാറി മരിക്കാൻ കഴിയില്ല. അതേസമയം പരലോകം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏതൊരാളുടെ ചിന്ത പരലോകമാകുന്നുവോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുരുക്കൂട്ടി കൊടുക്കുകയും ദുനിയാവെല്ലാം അവന്റെ മുമ്പിൽ സറണ്ടർ ആവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പരലോകമുണ്ട്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഒരുപാട് സമാധാനം നമ്മൾ ഇന്ന് വരെ അനുഭവിക്കുന്ന പല സമാധാനവും സന്തോഷവും നമ്മൾ അനുഭവിക്കും ആ പരലോകം ഉണ്ടെങ്കിൽ. അതിന് ദുനിയാവിനോടുള്ള വല്ലാത്തൊരു ആർത്തി നമുക്ക് ഇല്ലാതെയാവും. ബന്ധങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ആത്മാർത്ഥ സ്നേഹം ഉണ്ടാവും, അല്ലെ? അത് ഉണ്ടാവണമെങ്കിൽ അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന്. ആ ചിന്തയിൽ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥമായി അള്ളാഹു തവക്കുൽ ചെയ്യുന്ന ആ സമാധാനം ലഭിക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളം സഹോദര സഹോദരികൾ, മാതാക്കൾ, പിതാക്കൾ പലരും പല മാരകമായ പ്രയാസപ്പെടുന്ന രോഗങ്ങളിലും പ്രയാസപ്പെടുന്നവരാണ്. അള്ളാഹു അവർക്ക് എന്താണോ ഖൈർ അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. അവർ രോഗത്തിന് യഥാർത്ഥ മരുന്നും ചികിത്സയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبح القنا بالنار، ولا تجعلنا من حطب النار، وإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وعلى آله والحمد لله رب العالمين.